ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നയൻതാരയുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സോ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അതൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഇൻസൈറ്റിൻ്റെ ഈ ഒരു HD കൺസീലർ ഇൻ ദി ഷെയ്ഡ് MN30 എടുത്തിട്ട് എൻ്റെ ഡാർക്ക് സർക്കിൾസും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുക. സോ ഇനി ഫൗണ്ടേഷനാണ്. അപ്പോൾ ആ ഒരു പിക്കിൽ എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഡ്യൂയി ഗ്ലോയി കൈൻഡ് ഓഫ് ഒരു ലുക്കാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ മാഴ്സിൻ്റെ ഒരു സീറോ ബ്ലെൻഡ് ഫൗണ്ടേഷൻ്റെ കൂടെ ഫേസസിൻ്റെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ലൊരു ഗ്ലോയി ഫീൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ. സോ ഇനി നമുക്ക് ഐബ്രോസിലേക്ക് പോവാം. ഐബ്രോസ് ആളുടെ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാഴ്സിൻ്റെ ഈ ഒരു ഐലൈനർ ജെൽ എടുത്തു. അതിലെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷെയ്ഡ് എടുത്ത് നന്നായിട്ട് നല്ല കട്ടിക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. ഞാൻ ശരിക്കും ഇത്രയും കട്ടിക്ക് ഐബ്രോസ് വരയ്ക്കാറില്ല, ബട്ട് നമുക്ക് ഇപ്പോൾ അങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ഐസിലേക്ക് പോവാം. നയൻതാര എപ്പോഴും സ്മോക്കി ഐ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഐ ലുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ ഈ ഒരു ഷെയ്ഡും ഉണ്ട്. ഐലിറ്റ്സ് ഫുള്ളായിട്ട് ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐലിറ്റ്സിൽ മാത്രമല്ല, ഇങ്ങനെ ഐസിൻ്റെ താഴെ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം ഫേസസിൻ്റെ ഈ ഒരു 2-in-1 കാജൽ, അതായത് ഒരു സ്മഡ്ജറും കാജലും രണ്ടും വരുന്നൊരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു കാജലും കൊണ്ട് നമുക്ക് ഒരു സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഐലിറ്റ്സിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് സ്മഡ്ജ് ചെയ്തെടുക്കാം. ഐലിറ്റ്സ് മൊത്തത്തിൽ ഏകദേശം അങ്ങ് സ്മഡ്ജ് ചെയ്തെടുക്കുവാണ്. ഇനി വാട്ടർ ലൈനിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്ത് ആ ഒരു സ്മഡ്ജർ കൊണ്ട് തന്നെ സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ഷേപ്പിന് ഐസിൽ ഞാൻ നന്നായിട്ട് സ്മഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ ആ ഒരു സെയിം ഐ ഷാഡോ എടുത്തിട്ട് ഈ താഴത്തെ പോർഷനിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനി മസ്കാര കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മേബിലിൻ്റെ ഫോൾസി സ്ലാഷ് ലെഫ്റ്റ് മസ്കാരയാണ് എടുത്തത്. ഈ ഒരു മസ്കാരയെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഫോൾസ് ലാഷസ് ഒന്നും വേണ്ട. എൻ്റെ ലാഷസ് നോക്കിയാൽ നന്നായിട്ട് ലെങ്തിയറായി. ഓക്കെ, നമുക്ക് ഇനി ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ആ ഒരു പിക്ക് കാണുമ്പോൾ നല്ലൊരു പിങ്ക് ബ്ലഷാണ് ആളിട്ടേക്കുന്ന ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എൻവൈബയുടെ ബ്ലഷ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. എൻവൈബയുടെ ഈ ബ്ലഷിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡ് എടുത്ത് ഞാൻ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ് ഓൾസോ നല്ലൊരു നാച്ചുറൽ ലുക്കുണ്ട്, ഒരു പിങ്ക് കൈൻഡ് ഓഫ് ലുക്കാണ്. അപ്പോൾ ലിപ്സിന് വേണ്ടിയിട്ട് കീറോൻ്റെ ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതൊരു മാറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ ഞാൻ മേബിലിൻ്റെ ഈ ഒരു ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മേക്കപ്പ് ഏകദേശം അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ നോക്കി. ഇനി മുടിയും കൂടെ അതുപോലെ ചെയ്തെടുക്കാം, ഒരു പൊട്ടും കൂടെ വെക്കാം, എന്നിട്ട് വരാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആക്ച്വലി എനിക്ക് ആ ഓർണമെൻറ്റ്സ് ഒന്നും മാച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ല. സാരിക്ക് മാത്രം ചെറിയൊരു ഷെയ്ഡ് മാച്ചിങ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് അതുപോലെ വന്നോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ റേറ്റ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.